ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇത് ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നേ. തെങ്കാശി വരെ പോയിട്ട് വരാമെന്ന് കരുതി. ഞാനും ഏട്ടൻ്റെ ഫ്രണ്ട് സമ്പത്തേട്ടനും ഉണ്ടായിരുന്നേ. ഞങ്ങൾ അമ്പനാട് വഴി തെങ്കാശി പോകാമെന്ന് കരുതി. അപ്പോൾ നല്ല വെയിലായിരുന്നു ഇറങ്ങിയ സമയത്ത്. കുറച്ചൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ദാഹമായി. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി ഒരു മോരും വെള്ളം കുടിച്ച്. നല്ല തണുത്ത മോരും വെള്ളമായിരുന്നു. ഈ മോരും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ മോരും വെള്ളത്തിൻ്റെ ഒരു തുള്ളി വന്ന് എൻ്റെ കണ്ണിൽ തെറിച്ച് കേട്ടോ. അതാണ് ഈ എക്സ്പ്രഷൻ ഇട്ടേക്കുന്നത്. അങ്ങനെ മോരും വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അമ്പനാട്ടിലേക്കുള്ള യാത്ര തുടർന്നു. പോകുന്ന വഴി അത്ര നല്ലതല്ലെങ്കിലും കാഴ്ചകളൊക്കെ നല്ല മനോഹരമായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. പക്ഷേ നിങ്ങളാരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്നും ഇറങ്ങരുത് കേട്ടോ. നല്ല വെയിലൊക്കെ താഴ്ന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇവിടെ. ഇത്രയും നാളും എന്താ വരാൻ പറ്റാഞ്ഞെന്ന് ഓർത്തുള്ളൊരു വിഷമമുള്ളൂ കേട്ടോ. ട്രാക്ടറൊക്കെ പോകുന്നുണ്ടോ. അങ്ങനെ നമ്മൾ അമ്പനാട് എത്താറായി. അങ്ങനെ അമ്പനാട് എത്തി. അവിടെ ഒരു കോവിലുണ്ട് കേട്ടോ. കോവിലിനടുത്തായിട്ടൊരു കടയുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി അവിടെ കയറിയതാണ്. 3 പേര് ഓരോ നാരങ്ങ വെള്ളവും ഉള്ളിവടയും ഒക്കെ കഴിച്ച് ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചാണ് കയറിയത്. പക്ഷേ അപ്പോഴത്തേക്ക് ഏട്ടൻ നാരങ്ങ വെള്ളം പറഞ്ഞു. പിന്നെ നാരങ്ങ വെള്ളം കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ ഒരാൾ വന്നു കേട്ടോ. ആരാന്ന് കണ്ടേ? ദേ കണ്ടോ? അപ്പം ഞാൻ ആളെയും കൂടെ വീഡിയോയിലേക്ക് പകർത്തേക്കാമെന്ന് കരുതി. ആൾ ഞങ്ങളെ 3 പേരെ മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി. ആദ്യം ഞങ്ങൾ പോയത് വ്യൂ പോയിൻറ്റിലോട്ടാണ് കേട്ടോ. ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ ഏട്ടനോട് പറയുന്നുണ്ട് ബാക്കിൽ ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ കാണും, പിന്നെ നല്ല വെയിലായിരിക്കും കേട്ടോ. ഞങ്ങൾ പിന്നെ റെയിൻ കോട്ടൊക്കെ ആയിട്ടാണ് പോയത്. അങ്ങനെ വ്യൂ പോയിൻ്റ് കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു മലയുണ്ട് കേട്ടോ. ആ മലയുടെ മുകളിലേക്ക് പോവുകയാണേ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വീക്കെൻഡിലൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണേ. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു ഇവിടെ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ നേരെ തെങ്കാശിക്ക് വിട്ടു. അങ്ങനെ നമ്മൾ തെങ്കാശിയിലോട്ട് പോവാണ്. ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയമായിട്ടുണ്ട്. പക്ഷേ വയറ്റിൽ നല്ല വിശപ്പിൻ്റെ വിളിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തമിഴ്നാടായി. പിന്നെ വിശക്കുന്നുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതൊക്കെ മറന്നു പോകുന്നുണ്ട് കേട്ടോ. എന്ത് ഭംഗിയല്ലേ. കണ്ടോ, ആടുകളൊക്കെ നിൽക്കുന്നുണ്ടോ? ഇത് രസമാണ്. എനിക്കൊത്തിരി ഇഷ്ടമായി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ തെങ്കാശിയിലെത്തി കേട്ടോ. അവിടെ ചെല്ലപ്പ ഹോട്ടലിൽ നിന്നൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാം. നല്ല ഫുഡായിരുന്നു കേട്ടോ. നിങ്ങളും പോവുകയാണെങ്കിൽ അവിടെ നിന്ന് കയറി ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസും ഏട്ടൻ പൊറോട്ടയും സമ്പത്തേട്ടൻ ചിക്കൻ നൂഡിൽസൊക്കെ മേടിച്ചു. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ അവിടെ ഒരു കോവിലുണ്ട് കേട്ടോ. ഇതാണ് ആ കോവിൽ. എനിക്ക് പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അകത്ത് കയറി തൊഴാനൊന്നും പറ്റിയില്ല. ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒന്ന് തൊഴണം. അങ്ങനെ ഇത്രയേ ഉള്ളൂ. യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ പത്തനാപുരത്തെത്തി. അങ്ങനെ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ബൈ പറയാൻ നിൽക്കുകയാണ്. എല്ലാവരും നല്ല ടയേർഡായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ലോങ് വീഡിയോ വോയിസ് ഓവറും ഒക്കെ കൊടുക്കുകയും എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയും നിങ്ങളിലേക്ക് ഒരുപാട് കാഴ്ചകളും യാത്രകളും എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം.